അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മക്കളുടെ വിഷയത്തിൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ടീച്ചറുടെ അനുഭവ കഥ പറയാം. തന്റെ വിദ്യാർത്ഥികളോട് ടീച്ചർ ഒരു പ്രബന്ധം എഴുതാൻ ആവശ്യപ്പെട്ടു. ദൈവത്തോടൊരു അപേക്ഷ എന്നതാണ് വിഷയം. കുട്ടികളിൽ നിന്നും പ്രബന്ധങ്ങൾ ശേഖരിച്ച് വീട്ടിലെത്തി പരിശോധിച്ചപ്പോൾ അവയുടെ കൂട്ടത്തിൽ ശ്രദ്ധേയമായൊരു പ്രബന്ധം ടീച്ചറുടെ കണ്ണിൽ തടഞ്ഞു. അരികിലൂടെ പോയ ടീച്ചറുടെ ഭർത്താവ് എന്തോ വായിച്ച് ടീച്ചർ കരയുന്നത് ശ്രദ്ധയിൽപ്പെട്ട കാരണം അന്വേഷിച്ചപ്പോൾ പ്രബന്ധം നീട്ടിക്കൊണ്ട് ടീച്ചർ പറഞ്ഞു, "ഇത് വായിച്ചു നോക്കൂ, എന്റെ ക്ലാസ്സിലെ ഒരു കുട്ടി എഴുതിയതാണ്." അയാൾ പ്രബന്ധത്തിലൂടെ കണ്ണോടിച്ചു. "ദൈവമേ, എനിക്ക് നിന്നോട് വളരെ താഴ്മയായ ഒരു അപേക്ഷയുണ്ട്. എന്നെ നീ ഒരു TV ആക്കി മാറ്റണമേ. എന്റെ വീട്ടിലെ TVയെ പോലെയെങ്കിലും എനിക്ക് ജീവിക്കണം. TVക്കുള്ളതുപോലെ വീട്ടിൽ എനിക്ക് എന്റേതായ സ്ഥാനം ലഭിക്കണം. വീട്ടിലുള്ളവർ എന്റെ ചുറ്റും എപ്പോഴും ഉണ്ടാകണം. ഞാൻ സംസാരിക്കുമ്പോൾ തടസ്സമില്ലാതെ അവരെന്നെ ശ്രദ്ധയോടെ കേൾക്കണം. വർക്ക് ചെയ്യാത്തപ്പോഴും വീട്ടുകാർ TVക്ക് നൽകുന്ന ശ്രദ്ധയും പരിചരണവും എനിക്കും ലഭിക്കണം. അച്ഛൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ എനിക്കൊരു കൂട്ടാകണം. എനിക്ക് ദുഃഖമുണ്ടാകുമ്പോൾ സന്തോഷിക്കാനായി അമ്മയെ ലഭിക്കണം. അടികൂടാനും കളിക്കാനും സഹോദരങ്ങളെ കിട്ടണം. ഞാൻ ഒരിക്കലും വീട്ടിൽ ഒഴിവാക്കപ്പെട്ട പാഴ്വസ്തുവായി തീരരുത്. വീട്ടിലെല്ലാവരും ദിവസവും അല്പനേരം എന്നോടൊത്ത് ചെലവഴിക്കണം. എനിക്ക് അവരുമായി സല്ലപിക്കുകയും അവരെ സന്തോഷിപ്പിക്കുകയും വേണം. ദൈവമേ, ഞാൻ കൂടുതലൊന്നും നിന്നോട് ചോദിക്കുന്നില്ല. ദൈവമേ, എനിക്ക് എൻ്റെ വീട്ടിലെ TVയെ പോലെയെങ്കിലും ജീവിക്കാൻ നീ എന്നെ സഹായിക്കണം. പ്ലീസ്." ഇത് വായിച്ച ഭർത്താവ് പറഞ്ഞു, "പാവം കുട്ടി, എത്ര ചീത്ത മാതാപിതാക്കളാണിവർ." അപ്പോൾ ടീച്ചർ പറഞ്ഞു, "അത് നമ്മുടെ മോൻ എഴുതിയ പ്രബന്ധമാണ്." രക്ഷിതാക്കളെ, ഈ സംഭവം മുന്നിൽ വെച്ച് നിങ്ങളൊന്ന് ചിന്തിക്കൂ. നിങ്ങളുടെ പൊന്നുമക്കൾ ഇത്തരത്തിൽ അവഗണിക്കപ്പെട്ടവരാണോ? എങ്കിൽ അവരെ നിങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ. രക്ഷിതാക്കൾ മക്കളെ സുഹൃത്തുക്കളെ പോലെ കരുതി അവരോട് പെരുമാറണം. അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മറ്റൊരു സംഭവം പറയാം. വളരെ വൈകി മാത്രം വീട്ടിലെത്തുകയും പുലർച്ചെ എഴുന്നേറ്റ് ജോലിക്ക് പോകുകയും ചെയ്യുന്ന പിതാവിനോട് ഒരു ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ 10 വയസ്സായ മകൻ ചോദിച്ചു, "1 മണിക്കൂർ ജോലി ചെയ്താൽ അച്ഛൻ എത്ര ശമ്പളം കിട്ടും?" ദേഷ്യപ്പെട്ടുകൊണ്ട് അച്ഛൻ പറഞ്ഞു, "നീ അതൊന്നും അറിയണ്ട." മകൻ വീണ്ടും നിർബന്ധിച്ചെങ്കിലും ഉത്തരം പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ഒരടിയും കൊടുത്ത് പോയി കിടന്നുറങ്ങാൻ ആവശ്യപ്പെട്ടു. കരഞ്ഞുകൊണ്ട് മകൻ കിടപ്പറയിലേക്ക് പോയി. അല്പം കഴിഞ്ഞ് തന്റെ ചെയ്തിയിൽ മനസ്താപം വന്ന പിതാവ് മകനെ സമീപിച്ച് അവനെ തല്ലിയതിൽ ക്ഷമ ചോദിച്ചു. മകൻ സന്തോഷത്തോടെ പഴയ ചോദ്യം ആവർത്തിച്ചു. 1 മണിക്കൂർ ജോലി ചെയ്താൽ അച്ഛൻ എത്ര ശമ്പളം കിട്ടും? $50 എന്ന മറുപടി കേട്ടപ്പോൾ മകൻ വീണ്ടും, "ഒരു $25 കടമായി തരുമോ?" അതെടുത്തു കൊടുത്തപ്പോൾ മകൻ തന്റെ പേഴ്സിൽ ഇതുവരെയായി സ്വരുക്കൂട്ടിയ $25 ചേർത്ത് $50 പിതാവിന് നേരെ നീട്ടിയിട്ട് പറഞ്ഞുവത്രേ, "നാളെ അച്ഛൻ 1 മണിക്കൂർ എന്നോടൊപ്പം ചെലവഴിക്കണം. ഇതാ അതിന്റെ കൂലിയായി $50." മക്കളെ ശ്രദ്ധിക്കാൻ സമയമില്ലാത്ത രക്ഷിതാക്കൾക്കൊരു പാഠമാണ് ഈ കഥ. ദിവസവും അല്പനേരം മക്കളോടൊത്ത് ചെലവഴിക്കാൻ രക്ഷിതാക്കൾ സമയം കണ്ടേ മതിയാകൂ. മക്കൾ വഴി തെറ്റുന്നുവെന്നും പറഞ്ഞാൽ അനുസരിക്കില്ലെന്നും പരാതി പറയുന്നതിന് മുമ്പ് അവരെ സ്നേഹിക്കുകയും അവർക്കർഹമായ പരിഗണന നൽകുകയാണ് വേണ്ടത്. ഒരിക്കൽ 2ാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ മകൻ തന്നെ ഉപദ്രവിക്കുന്നതായും മോശമായി പെരുമാറുന്നതായും പരാതി പറഞ്ഞപ്പോൾ അനുസരണക്കേടിന്റെയും മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നതിന്റെയും ഭവിഷ്യത്ത് ഉമർ റളിയല്ലാഹു അൻഹു മകന് പറഞ്ഞുകൊടുത്തു. അപ്പോൾ മകനോടുള്ള പിതാവിന്റെ ബാധ്യത എന്തെല്ലാമാണെന്ന് മകൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് തിരിച്ചു ചോദിച്ചു. അവന്റെ ഉമ്മയെ സംസ്കരിക്കുക, കുട്ടിക്ക് നല്ല പേരിടുക, അവന് വിദ്യാഭ്യാസം നൽകുക. ഇത് കേട്ട മകൻ പറഞ്ഞു, "എന്റെ പിതാവ് ഇതിൽ ഒന്നുപോലും ചെയ്തിട്ടില്ല. എന്റെ ഉമ്മ അഗ്നിയാരായകന്റെ കീഴിലുള്ള ഒരു അടിമ സ്ത്രീയാണ്. എനിക്കിട്ട പേരോ കരിവണ്ട് എന്നും. എന്നെ അദ്ദേഹം ഒന്നും പഠിപ്പിച്ചിട്ടുമില്ല." ഇത് കേട്ട ഉമർ റളിയല്ലാഹു അൻഹു പിതാവിനോട് പറഞ്ഞു, "മകന്റെ ഉപദ്രവത്തിന് പരാതി പറയാനാണ് താങ്കൾ വന്നത്. യഥാർത്ഥത്തിൽ അവൻ താങ്കളെ ഉപദ്രവിക്കും മുമ്പ് താങ്കൾ അവനെയാണ് ഉപദ്രവിച്ചത്. അവൻ താങ്കളോട് മോശമായി പെരുമാറും മുമ്പ് താങ്കൾ അവനോടാണ് മോശമായി പെരുമാറിയത്. കുട്ടികൾ നന്നാവണമെങ്കിൽ ആദ്യം രക്ഷിതാക്കൾ നല്ല സ്വഭാവക്കാരനാകണം എന്നാണ് ഈ സംഭവം നൽകുന്ന പാഠം." മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളോടുള്ള പെരുമാറ്റം അങ്ങേയറ്റം കാരുണ്യ വാത്സല്യത്തോടു കൂടിയായിരുന്നുവെന്ന് ചരിത്രം പറയുന്നു. അദ്ദേഹം കുട്ടികളോട് കളിതമാശ പറയുകയും അവരെ ചുംബിക്കുകയും ചെയ്തിരുന്നു. പേരക്കുട്ടികളായ ഹസൻ, ഹുസൈൻ എന്നിവരെ തന്റെ മുതുകിലിരുത്തി ആന കളിച്ചിരുന്നു.
ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ സുജൂദിലായിരിക്കെ ഹസനും ഹുസൈനും നബിയുടെ പുറത്തു കയറി ഇരിപ്പുറപ്പിച്ചു. പതിവില്ലാതെ നബി ദീർഘനേരം സുജൂദിൽ കിടന്നു. അനുയായികൾക്ക് സംശയമായി. പ്രവാചകൻ മറന്നുവോ, അതല്ല തെറ്റിയോ? നമസ്കാരം കഴിഞ്ഞ് അവർ നബിയോട് കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ പേരമക്കൾ പുറത്തിരുന്ന് ആന കളിക്കുകയായിരുന്നുകൊണ്ട് അവർക്ക് ശല്യമല്ലാതിരിക്കാൻ കുറെ നേരം ഞാൻ സുജൂദിൽ തന്നെ തുടർന്നതാണ്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു കൊണ്ടിരിക്കെ പിന്നിൽ നിന്നൊരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടപ്പോൾ നമസ്കാരം പെട്ടെന്ന് അവസാനിപ്പിച്ചു. നോക്കൂ, നമസ്കാരത്തിൽ നിന്നുപോലും കുട്ടികളെ പരിഗണിക്കുകയും അവരെ ശല്യപ്പെടുത്താതിരിക്കുകയും ചെയ്ത പ്രവാചകന്റെ രീതി. രക്ഷിതാക്കൾ മക്കളോടുള്ള വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഏതാനും പ്രവാചക വചനങ്ങൾ പറയാം. നല്ല സംസ്കാരത്തെക്കാൾ ശ്രേഷ്ഠമായ ഒന്നും ഒരു പിതാവും തന്റെ മക്കൾക്ക് നൽകുന്നില്ല. മറ്റൊരു വചനം, നിങ്ങൾ നിങ്ങളുടെ മക്കളെ പരിഗണിക്കുക, അവരെ നല്ല മര്യാദകൾ ശീലിപ്പിക്കുകയും ചെയ്യുക. മറ്റൊരിക്കൽ നബി പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ എല്ലാവരും ഭരണകർത്താക്കളാണ്. കീഴിലുള്ളവരെ കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. വീട്ടുടമ തന്റെ വീട്ടിലുള്ളവരെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അദ്ദേഹത്തിന്റെ മറ്റൊരു വചനം, ചെറിയവരോട് നിങ്ങൾ കരുണ കാണിക്കുക. മരിച്ചാൽ ഉപകാരം കിട്ടുന്ന 3 കാര്യങ്ങളിൽ ഒന്ന് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനമാണെന്ന് പ്രവാചക വചനം വിശ്രുതമാണല്ലോ. അതായത് മാതാപിതാക്കളുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രാപ്തനാകുന്ന രൂപത്തിൽ മക്കളെ വളർത്തണം. അതിനുതകുന്ന ശിക്ഷണശീലങ്ങളും മതവിദ്യാഭ്യാസവും സന്താനങ്ങൾക്ക് നൽകണമെന്നാണ് പ്രവാചകൻ ഇതിലൂടെ രക്ഷിതാക്കളെ ഉണർത്തുന്നത്. മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയല്ല, അവർക്ക് മാതൃകയാവുകയാണ് വേണ്ടത്. നുണ, ഏഷണി, പരദൂഷണം, ചീത്ത കൂട്ടുകെട്ട്, പുകവലി, മദ്യപാനം തുടങ്ങിയ എല്ലാ തിന്മകളിൽ നിന്നും രക്ഷിതാക്കൾ സ്വയം വിട്ടുനിന്ന് മക്കളെ അക്കാര്യങ്ങൾ പഠിപ്പിക്കണം. രക്ഷിതാക്കളുടെ സ്നേഹവും സജീവ ശ്രദ്ധയും കുട്ടികളോടൊപ്പം ഉണ്ടായാൽ വഴിതെറ്റുന്നതിൽ നിന്നും അവരെ തടയാം. ചുരുക്കത്തിൽ രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത് ഇവയാണ്. മക്കൾക്ക് ആവശ്യമായ സദാചാര ധാർമ്മിക ശിക്ഷണം നൽകുക. അവർക്ക് മതഭൗതിക വിദ്യാഭ്യാസവും അവരെ നല്ല മനുഷ്യരായി വളർത്താൻ ശ്രമിക്കുകയും ചെയ്യുക. ദിവസവും മക്കളോടൊത്ത് അല്പസമയം ചെലവഴിക്കുകയും അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും വേണം. മക്കളുടെ സ്വഭാവം, കൂട്ടുകെട്ട് എന്നിവ ശ്രദ്ധിക്കുകയും അവ നന്നാക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുക. കനിവ്, ആർദ്രത, സത്യസന്ധത തുടങ്ങിയ നല്ല സ്വഭാവങ്ങൾ അവരെ ശീലിപ്പിക്കുക. എങ്കിൽ നിങ്ങളുടെ മക്കളെക്കുറിച്ച് നിങ്ങൾക്ക് ഇഹലോകത്തും നാളെ പരലോകത്തും ദുഃഖിക്കേണ്ടി വരില്ലെന്ന് മാത്രമല്ല, അവർ നിങ്ങൾക്ക് കൺകുളിർമയും അനുഗ്രഹവും ആയിത്തീരുകയും ചെയ്യും. അല്ലാഹു അതിന് നമ്മെ ഏവരെയും തുണക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.